ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുജ. ഞാൻ ഇന്ന് CTET പേപ്പർ 1-ലെ PYQ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2024 ജാനുവരിയിൽ നടന്ന CTET പേപ്പർ 1 എക്സാമിന്റെ മാത്സ് പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സീ ദ പാറ്റേൺ ഗിവൺ ബിലോ 1, 8, 27, 64, 125, etc. What will be the next two terms? Options 216 and 289, 256 and 343, 216 and 343, 256 and 289. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. ആ പാറ്റേണിലെ രണ്ട് ടേംസ്, നെക്സ്റ്റ് വരുന്ന രണ്ട് ടേംസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം CTET പേപ്പർ 1-ലെ മാത്സ് പോർഷനിൽ നമ്പർ സിസ്റ്റം എന്നുള്ളൊരു പാർട്ട് വരുന്നുണ്ട്. അപ്പൊ ആ നമ്പർ സിസ്റ്റത്തിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോ ഈ പാറ്റേൺ ഒന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. എന്താണ്? 1, 8, 27, 64, 125 അങ്ങനെയാണ് പോകുന്നത്. ഈ നമ്പേഴ്സിനൊരു കോമൺ റൂൾ ഉണ്ട്. ആ റൂൾ ഏതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. 1, then 8, 27, 64 ഈ നമ്പേഴ്സ് എല്ലാം പെർഫെക്റ്റ് ക്യൂബ്സ് ആണ്. അതായത് 1 എന്ന് പറയുന്നത് 1ന്റെ ക്യൂബ്, 8 എന്ന് പറയുന്നത് 2ന്റെ ക്യൂബ്, 27 3 ക്യൂബ്, 64 4 ക്യൂബ്, 125 5ന്റെ ക്യൂബാണ്. അപ്പൊ നെക്സ്റ്റ് വരേണ്ടത് ഏതാണ്? 6ന്റെ ക്യൂബാണ് നെക്സ്റ്റ് വരേണ്ടത്. ദെൻ വരേണ്ടത് 7ന്റെ ക്യൂബ്. അപ്പൊ 6ന്റെ ക്യൂബ് എന്താന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മൾ 6ന്റെ ക്യൂബ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 6 into 6 into 6. അപ്പോ 6 6 are 36, 36 into 6. 6 6 are 36, then 6 3s are 18, 18 plus 3 216. അപ്പോ ഫസ്റ്റ് ഈ ഒരു പൊസിഷനിൽ വരുന്ന നമ്പർ 216 ആണ്. ഇനി നമുക്ക് വേണ്ടത് നെക്സ്റ്റ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ് നമ്പർ ഏതാണെന്നാണ് നോക്കേണ്ടത്. 7 ക്യൂബ് ആണ്. 7 ക്യൂബ് എന്ന് പറയുമ്പോൾ 7 into 7 into 7 ആണ്. സോ 7 7s are 49 ആണെന്ന് നമുക്കറിയാം. 49 into 7, 9 7s are 63, then 6 ബാലൻസ് വരും. Then 7 4s are 28, then 343 എന്ന് വരും. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസേഴ്സ് 216ഉം 343 ആണ്. അത് വരുന്ന ഓപ്ഷൻസ് ഉണ്ടോ ഇതിൽ നോക്കാം. ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പൊ ഈ പ്ലേസിൽ വരുന്ന നമ്പേഴ്സ് 216ഉം 343 ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് 2 ടേംസ് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ നമ്പർ ബിക്കം ഡബിൾ ഇഫ് ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 8. വാട്ട് ഇസ് ദ നമ്പർ? ഓപ്ഷൻസ് 8, 12, 16, 6. അപ്പൊ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു നമ്പറിനെ ഡബിൾ ചെയ്യുമ്പോ എ നമ്പർ ബിക്കംസ് ഡബിൾ. എ നമ്പർ ബിക്കംസ് ഡബിൾ ഇഫ് ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 8. വാട്ട് ഇസ് ദ നമ്പർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു നമ്പർ ഡബിൾ ചെയ്യുമ്പോൾ എ നമ്പർ ബിക്കം ഡബിൾ ഇഫ് ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 8. ഒരു നമ്പറിന്റെ കൂടെ 8 ആഡ് ചെയ്യുമ്പോൾ, ഇൻക്രീസ്ഡ് എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യാണ്, 8 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ആ നമ്പറിന്റെ ഡബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ വാട്ട് ഇസ് ദ നമ്പർ? അങ്ങനെയാണെങ്കിൽ നമ്പർ ഏതാണ്? ഇവിടെ നമുക്ക് കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യേണ്ട. ഈ ഓപ്ഷൻ തന്നെ നമുക്ക് ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു നമ്പർ ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ, 8 ആണ്. 8ന്റെ കൂടെ നമ്മൾ 8 ആഡ് ചെയ്യാണ്. അപ്പൊ 8 plus 8 എന്താ വരിക? 16 അല്ലേ? ആ 16 എന്ന് പറയുന്നത് 8 into 2 അല്ലേ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നില്ലേ? എ നമ്പർ ബിക്കംസ് ഡബിൾ. ഒരു നമ്പറിന്റെ ഡബിൾ കിട്ടും എപ്പോ? ആ നമ്പർ കൂടെ 8 ആഡ് ചെയ്യുമ്പോൾ. അങ്ങനത്തെ നമ്പർ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ 8 ആണ്. ഇവിടെ ഇതും നമ്പർ സിസ്റ്റത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് സ്റ്റെപ്സ് ഒന്നും എഴുതേണ്ട, ഡയറക്റ്റ് ഓപ്ഷനിൽ തന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് മൈൻഡ് കാൽക്കുലേഷനും ചെയ്യാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? നമുക്ക് തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റിലെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 is a composite number. 1 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് 1 is both a prime number and composite number. 1 പ്രൈമും ആണ് കോമ്പോസിറ്റും ആണ്. തേർഡ് ഓപ്ഷൻ 1 is neither prime nor composite. 1 പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ 1 is a prime number. 1 ഒരു പ്രൈം നമ്പർ. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് ചൂസ് ചെയ്യണം. 1 is a composite number എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാല്
ഒരു നമ്പറിന് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതൊരു കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. കോമ്പോസിറ്റ് നമ്പറിന് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. മോർ ദാൻ 2 ഫാക്ടേഴ്സ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 4 എന്ന് പറയുന്ന ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. കാരണം 4ന്റെ ഫാക്ടേഴ്സ് 1ഉം 2ഉം 4ഉം ആണ്. ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 4നെ 1 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4നെ 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ മോർ ദാൻ 2 ഫാക്ടർ വന്നതുകൊണ്ട് അതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 1 ഇസ് എ കോമ്പോസിറ്റ് നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1ന് ഏത് മാത്രമേ ഫാക്ടർ ഉള്ളൂ? 1 മാത്രമേ ഫാക്ടർ ഉള്ളൂ. അപ്പൊ ഈ കണ്ടീഷൻ പ്രകാരം അതൊരു കോമ്പോസിറ്റ് നമ്പർ ആവില്ല. സോ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്, റോങ് ആണ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. 1 ഇസ് ബോത്ത് എ പ്രൈം നമ്പർ ആൻഡ് എ കോമ്പോസിറ്റ് നമ്പർ. 1 ഒരു പ്രൈം നമ്പറും ആണ്, കോമ്പോസിറ്റ് നമ്പറും ആണ്. 1 കോമ്പോസിറ്റ് നമ്പർ അല്ല എന്ന് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു അത് റോങ് ആണ്, കോമ്പോസിറ്റ് നമ്പർ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ എന്ത് തന്നെയാണ്? തെറ്റാണ്. ഇനി അത് നോക്കേണ്ട കാര്യമില്ല. ദെൻ തേർഡ് ഓപ്ഷൻ നോക്കാം. 1 ഇസ് നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ്. 1 പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോമ്പോസിറ്റ് നമ്പർ അല്ല എന്ന് നമുക്ക് മനസ്സിലായി, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി പ്രൈം നമ്പർ എന്താണെന്ന് നോക്കാം. എന്താണ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാല്? പ്രൈം കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സിനെ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എ നമ്പർ വിച്ച് ഇസ് ഹാവിംഗ് ഓൺലി 2 ഫാക്ടേഴ്സ്. ആകെ 2 ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് 2 നോക്കാം. 2 എന്ന് പറയുന്നത് 2ന് ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഉള്ളത്? 1ഉം 2ഉം മാത്രമാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത് 1 പ്രൈം നമ്പർ ആണോ അല്ലയോ എന്നുള്ളതാണ്. 1ന് എത്ര ഫാക്ടറേ ഉള്ളൂ? 1 ഫാക്ടർ തന്നെയല്ലേ ഉള്ളൂ. സോ അതെന്തല്ല? പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പർ അല്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സി ആണ്. നമുക്ക് ലാസ്റ്റ് ഓപ്ഷനും കൂടെ ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ OMR ഷീറ്റിലോട്ട് പോകാൻ പാടുള്ളൂ. 1 ഈസ് എ പ്രൈം നമ്പർ. 1 പ്രൈം നമ്പർ അല്ല എന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ നമ്മുടെ ഓപ്ഷൻ വരുന്നത് സി ആണ്. 1 ഇസ് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു 2024 ജാനുവരിയിൽ നടന്ന CTET എക്സാമിന് ഉണ്ടായിരുന്നത്. നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. എ ഡാഷ് ഇസ് എ റെഗുലർ പോളിഗൺ, സ്ക്വയർ, പെന്റഗൺ, സർക്കിൾ, ഐസോസ്ലസ്, ട്രയാങ്കിൾ. എ ഡാഷ് ഇസ് ഓൾവേസ് എ റെഗുലർ പോളിഗൺ. എന്താണ് പോളിഗൺ, എന്താണ് റെഗുലർ പോളിഗൺ നമുക്ക് നോക്കാം. പോളിഗൺ എന്ന് പറഞ്ഞാല് എ പോളിഗൺ ഇസ് മേഡ് അപ്പ് ഓഫ് ലൈൻ സെഗ്മെന്റ്സ്. സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ്സ് കൊണ്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ പോളിഗൺസ് എന്ന് പറയുന്നത്. ഒരു ട്രയാങ്കിൾ ഒരു പോളിഗൺ ആണ്. അത് 3 സൈഡഡ് പോളിഗൺ ആണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന റെഗുലർ പോളിഗൺ ആണ്. ഡാഷ് ഇസ് ഓൾവേസ് എ റെഗുലർ പോളിഗൺ. റെഗുലർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള പോളിഗണിനെയാണ് നമ്മൾ റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത്. സ്ക്വയറിന്റെ പ്രത്യേകത എന്താ? സ്ക്വയറിന് എത്ര സൈഡ് ആണുള്ളത്? ഇതൊരു സ്ക്വയർ ആണ്. അപ്പൊ സ്ക്വയറിന് എത്ര സൈഡ്സ് ഉണ്ട്? 4 സൈഡ്സ് ഉണ്ട്. ഒരു സ്ക്വയർ ഫോം ചെയ്തിരിക്കുന്നത് 4 സ്ട്രെയിറ്റ് ലൈൻസ് യൂസ് ചെയ്തിട്ടാണ്. അതിന്റെ എല്ലാ സൈഡും ഈക്വലും ആണ്. എല്ലാ സൈഡും ഈക്വൽ ആണ്. 4 സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം എ ഡാഷ് ഇസ് എ റെഗുലർ പോളിഗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ക്വയർ ഒരു റെഗുലർ പോളിഗൺ അല്ലേ? ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എ ആണ്. നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻസും കൂടെ ഒന്ന് വെരിഫൈ ചെയ്യണം. പെന്റഗൺ. പെന്റഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്റ എന്ന് പറഞ്ഞാൽ 5 എന്നാണ് മീനിങ്. അപ്പോ 5 സൈഡ്സ് ഉള്ള പോളിഗണെയാണ് നമ്മൾ പെന്റഗൺ എന്ന് പറയുന്നത്. സോ അവിടെ 5 സൈഡ്സ് ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ, എല്ലാ സൈഡും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് വേണ്ടത് റെഗുലർ പോളിഗൺ ആണ്, എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള പോളിഗൺ ആണ്. സോ ഓപ്ഷൻ ബി അല്ല നമ്മുടെ ആൻസർ. ദെൻ സർക്കിൾ. സർക്കിൾ എന്ന് പറയുന്ന ഒരു പോളിഗണേ അല്ല. കാരണം സർക്കിൾ എന്ന് പറയുന്നത് സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആണ്. പോളിഗൺ ഫോം ചെയ്യണമെങ്കിൽ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻസ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. സോ സർക്കിൾ നമ്മുടെ ആൻസർ അല്ല. ദെൻ ഐസോസ്ലസ് ട്രയാങ്കിൾ. ഐസോസ്ലസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 2 സൈഡ് മാത്രം ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെ ആണ് നമ്മൾ ഐസോസ്ലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നമ്മളുടെ കണ്ടീഷൻ പ്രകാരം റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആവണം. സോ ഓപ്ഷൻ ഡിയും നമ്മുടെ ആൻസർ അല്ല. ഏതാണ് നമ്മുടെ ആൻസർ? എ ആണ് ആൻസർ. എ സ്ക്വയർ ഇസ് ഓൾവേസ് എ റെഗുലർ പോളിഗൺ. ഇത് ജോമെട്രി സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആണ്. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. The value of 25.3 into 5 minus 35 divided by 5 minus 3 into 18.5 is 64.0, 95.0, minus 26.5,
283.05. ഇവിടെ നമുക്കൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഇത് ഇവാലുവേറ്റ് ചെയ്യാണ് വേണ്ടത്. ഇവിടെ ഏതൊക്കെ ഓപ്പറേഷൻസ് വരുന്നുണ്ട്? മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. സോ ഈ ഒന്നിലധികം ഓപ്പറേഷൻസ് വരുമ്പോൾ അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം എന്നതിനുള്ള ഒരു റൂൾ ഉണ്ട്, ബോർഡ് മാസ് റൂൾ. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ബോർഡ് മാസ് റൂൾ. എന്താണ് ഈ ബോർഡ് മാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിനകത്ത് വരുന്ന വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ ബ്രാക്കറ്റ് ഇവിടെ ഇല്ല. ദെൻ ഒ എന്ന് പറയുന്നത് ഓഫ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. ദെൻ ഓഫ് വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, നോർമൽ സിമ്പിൾ വെച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഓഫ് എന്ന് തന്നെ തരികയാണെങ്കിൽ അതാണ് ആദ്യം ചെയ്യേണ്ടത്. ദെൻ ഡി ആണ്. ഡി റെപ്രസെന്റ് ചെയ്യുന്നത് ഡിവിഷൻ ആണ്. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റിനകത്ത് എവിടെയെങ്കിലും ഡിവിഷൻ ഉണ്ടോ നോക്കുക. ഉണ്ട് അല്ലെ? ഇവിടെ 35 ഡിവൈഡഡ് ബൈ 5 അവിടെ ഡിവിഷൻ ആണ് വരുന്നത്. സോ നമ്മൾ അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. 25.3 into 5 minus 35 divided by 5. 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 7 കിട്ടും. Then minus 3 into 18.5. ഇനി ഡിവിഷൻ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷൻ ഏതാണ്? എം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ രണ്ട് സൈഡിൽ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. ആ രണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. 5 into 3 15 ആണ്. ദെൻ പോയിന്റ് ഇട്ടു. 1 ബാലൻസ് വരും. 5 5s are 25. 25 plus 1 26. Then 2 balance. 5 2s are 10. 10 plus 2 12. 126.5 എന്ന് കിട്ടി. Minus 7 minus 18.5 into 3. 3 5s are 15. Then നമ്മളൊരു പോയിന്റ് ഇട്ടു. 1 ബാലൻസ് വന്നു. 8 3s are 24 plus 1 25. Then 2 ബാലൻസ് അവിടെ 1 3s are 3. 3 plus 2 5. 55.5 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഈ 126. ഇനി ചെയ്യേണ്ടത് ഏതാ? അഡീഷൻ ആണ്. ബോർഡ് മാസ് റൂൾ പ്രകാരം ഇനി ചെയ്യേണ്ടത് അഡീഷൻ ആണ്. പക്ഷെ നമുക്ക് അഡീഷൻ ഇല്ല. നെക്സ്റ്റ് വരുന്നത് എന്താണ്? സബ്ട്രാക്ഷൻ. ഇനി അത് കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. ഇനി 126.5ൽ നിന്ന് 7 മൈനസ് ചെയ്യുക. 7 മൈനസ് ചെയ്യുമ്പോൾ അവിടെ പ്ലേസ് വാല്യൂ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതണം. അവിടെ പോയിന്റ് ഇല്ല 7ന് ശേഷം. സോ നമ്മൾ 7.0 എന്ന് എഴുതി. എന്തിനാണ് അങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്ട്രാക്ഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. 5ൽ നിന്ന് 0 മൈനസ് ചെയ്തു. 5 കിട്ടി. 6 മൈനസ് 7 നമ്മൾ ബോറോ ചെയ്തു. 119.5 എന്ന് കിട്ടി. ദെൻ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 119.5ൽ നിന്ന് 55.5 മൈനസ് ചെയ്യണം. 119.5 മൈനസ് 55.5 അത് സബ്ട്രാക്ട് ചെയ്യുക. 5ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 0 ആണ്. 9ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 4 ആണ്. 11ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 6 ആണ്. സോ 64.0 ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ബോർഡ് മാസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഇൻ 2 2/3 റൈറ്റ് ആംഗിൾസ് ഈസ് 285, 240, 330, 210. അതായത് 2 2/3 റൈറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 2/3 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ പാർട്ടിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ 2 2/3 എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇതിനെ നമുക്ക് ഇംപ്രോപ്പറിലോട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യും? 3 into 2 6. 6 plus 2 8/3. ഇത് കിട്ടിയത് എങ്ങനെയാണ്? 2 into 3 plus 2/3. അപ്പോ 3 2s are 6. 6 plus 2 8/3 എന്ന് കിട്ടി. ഇനി 8/3 റൈറ്റ് ആംഗിൾസ് എന്നാണ് പറഞ്ഞത്. ഒരു റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. സോ 8/3 റൈറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 8/3 into 90. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ നിൽക്കരുത്. കട്ട് ഷോർട്ട് ചെയ്യാണ് വേണ്ടത്. 1 3s are 3. 3 3s are 9. 30 into 8 വന്നു. ദാറ്റ് ഈസ് 240 എന്നാണ് ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഇതും നമ്മുടെ ഏതാണ്? ജോമെട്രി പാർട്ടിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഹൗ മെനി പാക്കറ്റ്സ് ഓഫ് 1/2 kilogram of salt can be made from 7 1/2 kilogram salt? അതായത് ടോട്ടൽ 7 1/2 kilogram salt ഉണ്ട്. അതിനെ പാക്കറ്റ്സ് ആയിട്ട് മാറ്റണം. എത്ര ക്വാണ്ടിറ്റി ഉള്ള പാക്കറ്റ്സ്? 1/12 kilogramന്റെ പാക്കറ്റ്സ് ആക്കിയിട്ട് മാറ്റണം. ഇവിടെ നമ്മൾ എന്ത് ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടത്? ആകെ നമ്മളെ കയ്യിലുള്ളത് 7 1/2 kilogram ആണ്.
അതിൽ എത്ര പാക്കറ്റ്സ് കിട്ടും, എത്രയുടെ പാക്കറ്റ്സ്, 1/12 ഉള്ള എത്ര പാക്കറ്റ്സ്, കിലോഗ്രാം ഉള്ള എത്ര പാക്കറ്റ്സ് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ചെയ്യേണ്ട ഓപ്പറേഷൻ ഡിവിഷൻ ആണ്. 7 1/2 ഡിവൈഡഡ് ബൈ 1/12. ഇതും ഫ്രാക്ഷനിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നിട്ടുണ്ട്, ഫ്രാക്ഷൻ എന്ന പാർട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ ഇവിടെ എന്താ, മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിനെ എന്താക്കണം, ഇംപ്രോപ്പർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. 7 2s are 14, 14 plus 1 15/2 ആണ്, ഡിവൈഡഡ് ബൈ 1/12. ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. എന്താണ് ഈ റെസിപ്രോക്കല്? ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയിട്ടും ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആയിട്ടും ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതിനാണ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഫ്രാക്ഷന് യാതൊരു ചേഞ്ചും ഇല്ല, അത് അതുപോലെ തന്നെ എഴുതുക. ദെൻ ഇൻടു 1/12ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 12/1 എന്ന് വരും. 2ഉം 12ഉം നമ്മൾ കട്ട് ചെയ്യും, 6 വരും. 1 2s are 2, 6 2s are 12. Then 15 into 6. 6 5s are 30. Then 1 6 are 6. 6 plus 3 9. 90 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇതും നമ്മളുടെ ഫ്രാക്ഷൻ പാർട്ടിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റിലോട്ട് പോവാം. നമുക്കറിയാം നമ്മുടെ CTET-ന്റെ നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ കഴിഞ്ഞു എന്ന് നമുക്കറിയാം. ഇനി വേണ്ടത് നമ്മൾ നന്നായി പഠിക്കുകയാണ് വേണ്ടത്. അപ്പോൾ CC പുതിയൊരു കോഴ്സുമായിട്ടാണ് വരുന്നത്. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളൊരു ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ തരുന്നത്. അതിൽ റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ട്, ലൈവ് ക്ലാസ്സസും ഉണ്ട്. അതുപോലെ തന്നെ ഡെയിലി വർക്കൗട്ടുകൾ, വീക്ക്ലി എക്സാമുകൾ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്റർഷിപ്പ് ആണ്. ഒരു മെന്റർ സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്തവര് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതിനുവേണ്ടി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8589083568 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നെക്സ്റ്റിലോട്ട് പോവാം. വാട്ട് ഷുഡ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം സം ഓഫ് 9909, 9099, 9009 to obtain 25,454. Options 2365, 2536, 2563, 2356. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഷുഡ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം ദ സം ഓഫ്, ഈ 3 നമ്പേഴ്സിന്റെ സമ്മിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താലാണ് ഇത് കിട്ടുന്നത്, ഈ ഒരു നമ്പർ കിട്ടുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഷുഡ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം ദ സം ഓഫ് 9909, 9099, 9009 to obtain 25,454 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത്. 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. ഇതിന്റെ അഡീഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒറ്റയടിക്ക് തന്നെ നമുക്ക് അതിന്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാം. 9 plus 9 18, 18 plus 9 27 ആണ്. 7 എഴുതി. then 2 ബാലൻസ്. 9 plus 2 11, 9 plus 1 10, 10, 10 plus 9 19, 19 plus 9 28. അപ്പൊ നമുക്ക് കിട്ടിയ സമ്മ് 28,017 ആണ്. അതിൽ നിന്ന് ഏത് നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് 25,454 കിട്ടുക എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ജസ്റ്റ് അത് സബ്ട്രാക്ട് ചെയ്യുക മാത്രമേ വേണ്ടൂ. 28,017 മൈനസ് 25,454 ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. 7ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 3 ആണ്. ഇവിടെ നമുക്ക് ബോറോ ചെയ്യേണ്ടി വരും. 6 plus 5 11, then ഇവിടെ 5 വന്നു, then 2 കിട്ടി. 2563. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഉണ്ട്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇതും വളരെ സിമ്പിൾ ആയിട്ട് നമ്മളെ ബേസിക് ആയിട്ട് മാത്സിന്റെ ബേസിക് നോളേജ് ഉള്ള ഒരാൾക്ക് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നന്നായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ CTET പേപ്പർ 1 ക്ലിയർ ചെയ്യാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് നോക്കാം. 1 millimeter ഈസ് സെയിം ആസ്. ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 0.1 സെന്റിമീറ്റർ, 0.01 മീറ്റർ, 0.1 മീറ്റർ, 0.01 സെന്റിമീറ്റർ. 1 millimeter എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 millimeter ആണ്. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 millimeter ആണ്. അപ്പോ 1 millimeter എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 millimeter എന്ന് പറയുന്നത്
1/10 സെന്റിമീറ്റർ ആണ്. സോ 1/10 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 0.1 സെന്റിമീറ്റർ എന്നാണ് ആൻസർ. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. 0.01 മീറ്റർ. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. പക്ഷെ നമുക്കിവിടെ ഓൾറെഡി ആൻസർ കിട്ടി. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 0.1 സെന്റിമീറ്റർ ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് CTET പേപ്പർ 1ന്റെ 2024 നടന്ന എക്സാമിനിലെ മാത്സ് പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ നമുക്കറിയാം ഇനി നമുക്ക് പഠിക്കാൻ വെറും 4 മാസം മാത്രമേ ഉള്ളൂ. പഠിച്ചു തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഈ CTET ക്ലിയർ ചെയ്താലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ടീച്ചിങ് എക്സാമുകൾ, അതായത് KV, നവോദയ അങ്ങനെയുള്ള സ്കൂളുകളിലെ ടീച്ചിങ് പോസ്റ്റുകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിഫിക്കേഷൻ ആണ് CTET എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഇതുപോലുള്ള വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള മറ്റു വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്